ആക്ച്വലി അത് വർക്കാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വർക്കാവും. നമ്മളെടുത്ത് പിന്നെ ഒരുപാട് പേര് ഈ സെയിൽസ് ഗുരുക്കന്മാർ പഠിപ്പിച്ചു കൊടുത്ത കുറേ കാര്യങ്ങൾ ഇപ്പം വെച്ചിട്ട് നമ്മളെടുത്ത് സംസാരിക്കാൻ വരാറുണ്ട്. ഇങ്ങനെ ക്ലോസ് ചെയ്യണം, സെയിൽസിൽ ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെടുത്ത് വരും. ആക്ച്വലി അത് വർക്കാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വർക്കാവും. പക്ഷെ അത് വർക്ക് ആവണമെങ്കിൽ നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് വേണം. നിങ്ങൾ ഈ അവർ പറയുന്ന ഓരോ സ്ട്രാറ്റജികളും ഓരോ ടാക്ടിക്സുകളും ക്ലോസിങ് ടെക്നിക്സും ഒക്കെ നിങ്ങൾ പല തവണ അറ്റംപ്റ്റ് ചെയ്ത് നോക്കി, അത് വർക്കാവുമോ നോക്കി, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി, അതിനുശേഷമൊക്കെ നിങ്ങൾക്ക് അത്ര സ്മൂത്തായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവരൊക്കെ ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് നോക്കിയിട്ടായിരിക്കും മിക്കവാറും ഇത് പറയുന്നുണ്ടാവാം. അവർക്ക് അവരുടെ ലൈഫിൽ വർക്കായിട്ടുണ്ടാവാം, അവർക്ക് അവരെ ബിസിനസ്സിൽ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെ ആയിരിക്കും പറയാം. പക്ഷേ ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾ ഈ ഒരു ട്രിക്കോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കോ കേട്ടിട്ട് നാളെ രാവിലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് വർക്കാവുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാവില്ല. പക്ഷേ നിങ്ങൾക്കിത് യൂസ് ചെയ്ത് നിങ്ങൾ കോൾഡ് ആവും. അതേപോലെ നിങ്ങൾ കോൾഡ് ആയി കഴിഞ്ഞാൽ, നിങ്ങളെ ഈ പെർഫോമൻസ് അടിപൊളിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ വർക്കാവും.